നമസ്കാരം, എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ പേരയുടെ ചെടിയുടെ അടുത്താണ് നിൽക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ 2 ദിവസം നോക്കാൻ പറ്റിയില്ല. മഴ പെയ്ത കാരണം നനയ്ക്കേണ്ടി വരാത്ത കാരണേ നോക്കിയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ കവറുകളിൽ കെട്ടിയിട്ടുള്ള പേരക്കായൊക്കെ നല്ലോണം പാകമായി, നല്ല പഴുത്ത് ഞങ്ങണ വിധത്തിലായി. അപ്പോൾ കുറേ എണ്ണം ഇതുപോലെ കവറ് തുറന്ന് നോക്കി. ഇങ്ങനത്തെ കവറാകുമ്പോഴേ, ഈ പേപ്പർ കവറാകുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയാൽ മാത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തോരം പാകമായി എന്നുള്ളത് കാണണുള്ളേ. നെറ്റിൻ്റെ കവറാകുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ കാണാമല്ലോ അതിൻ്റെ കളറ്. അപ്പോൾ ഇതുപോലെ ഒരു 4-5 എണ്ണം നല്ലോണം പാകമായി എന്ന് പറഞ്ഞാൽ പാകം കൂടുതലായി. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ഓൾറെഡി ഞാൻ 2-3 എണ്ണം പൊട്ടിച്ചു പാകമായത്. അപ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അപ്പോൾ ഇതൊരു ലളിത് പേരയാണ്. ലളിത് എന്നൊരു ഇനം പേരയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കായയുടെ ഷേപ്പിന് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് നീളത്തിലാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാം. ഇത് കൂടാതെ ഇതൊക്കെ ഞാൻ ഇന്നിപ്പോൾ പൊട്ടിച്ചതാ. ഇത് കണ്ട, ഇത് ഒരു തായ് പിങ്ക് പേരയാണ്. ഇതുപോലെ പേപ്പർ കവറിൽ നിന്നിട്ടേ പാകമായത് കണ്ടില്ല. നല്ലോണം പാകമായി. ഇതിന് മുറിച്ച് നോക്കുമ്പോൾ കഴിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നല്ലോണം പാകമായിട്ടുള്ള പേരക്കായ ഇവിടെ അത്ര ഇഷ്ടമല്ല. ഒരുവിധം മൂത്ത് പഴുക്കാറാവണ ക്രിസ്പി ആയിട്ടുള്ള പേരക്കയാണ് ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ പ്രിയം. അതുപോലെ തന്നെ വേറെ 2-3 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഈ 2 എണ്ണം തായ് പിങ്ക് പേര തന്നെയാണ്, ഈ വലുതും ഈ ചെറുതും. ഇനിയും 2-3 തൈകളും കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് അതുമ്മേ എന്തോരം പാകമായിട്ടുണ്ടെന്ന് നോക്കാം. പാകമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിക്കാം. ഇപ്പം മഴ പെയ്ത കാരണം ഇത് നിർത്തിയിട്ട് കാര്യമില്ല. മഴ പെയ്താൽ വേഗം പുഴു വരും. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊട്ടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലളിത് പേരേമേ ഒരെണ്ണം കൂടി ഉണ്ട് കവറിട്ടത്. അപ്പോൾ ഈ കവറൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതും പാകമായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചധികം പൊട്ടിച്ച കാരണം ഇത് നാളത്തേക്ക് പൊട്ടിക്കാം. അപ്പം ഇനി വേറെ പേരത്തയ്യുമ്പലത്തെ നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ പേരയുടെ ചെടികൾ തന്നെയാണ്. ഇതും നോക്കി, ഇതും ഒരു തായ് പിങ്ക് പേര തന്നെയാണ്. ഇതുമ്മൽ നിറച്ച് ചെറിയ കായകളാണ് കണ്ട. കുറേ കായുണ്ട്. ഈ പ്രാവശ്യം ഇതുമ്മൽ നിറച്ച് കായകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലോ വരണ കൂമ്പിലൊക്കെ പൂവിട്ട് കായായിട്ടുണ്ട്. പിന്നെ ഇതും നമ്മുടെ ഒരു തായ് പിങ്ക് തന്നെയാണ് കേട്ടോ. ഇതിലും കുറേ പാകമായി ഉണ്ട്. ഇപ്പോൾ ഇത് നല്ല കളറ് വന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കാം. ഇനി പടുത്ത നെറ്റിൻ്റെ കവറിൽ ഇതും പാകമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ പൊട്ടിക്കാം. ഇത് കയ്യിലുള്ളത് താഴത്തേക്ക് വെക്കട്ടെ. ഇതിനൊക്കെ ചെറിയൊരു കുത്ത് വന്നിട്ടുണ്ട്. കേടുണ്ടോയെന്നാവോ, മുറിച്ച് നോക്കിയാൽ തന്നെ അറിയാമല്ലോ. പൊട്ടിക്കാം. മഴ പെയ്താൽ എന്തായാലും കേട് വന്ന് പുഴു വരും നല്ലോണം. ഇതിൻ്റെ ഉള്ളിലൊന്നും അത്ര പാകമായിട്ടില്ല. ഇനിയുള്ളതൊക്കെ അധികം വലിപ്പം വരാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് നമ്മുടെ യെല്ലോ സ്ട്രോബെറി പേരയുണ്ട്. അതുപോലത്തെ കൂടെ ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ യെല്ലോ സ്ട്രോബെറി പേരയുടെ ചെടി. ഇതിലും കുറേ എണ്ണം പാകമായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ളതുണ്ട്. ഇത് നല്ല കളറ് വന്നു. ഇത് പൊട്ടിക്കാം. തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് പോരെ, അത്രയും പാകമായി. ഇനി ഇവിടെ ഉണ്ട് ഒരെണ്ണം കൂടി. ഇനി ഇതൊക്കെ പാകമായിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നാളെ പൊട്ടിക്കാം. ഇവിടെ ഉണ്ട് നല്ല മഞ്ഞ കളറായത് പറഞ്ഞു പൊട്ടിച്ചു. നല്ല പാകമായതൊന്ന് തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് പോരുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് കുറേ പേരക്കായ കിട്ടിയിട്ടാ. 2 ദിവസമായിട്ടേ നമ്മൾ ടെറസിൽ അങ്ങനെ ഇങ്ങോട്ട് കയറി പരിശോധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ 2 ദിവസം കൊണ്ടാണ് ഇതപ്പോൾ ഇത്രയും വിളവെടുത്തത് നമ്മൾ. ഇനി വേറെ ഫ്രൂട്ട്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബയറാപ്പിളുമ്മലൊക്കെ പിന്നെ എന്നും ഉണ്ടാവും നമുക്ക് പൊട്ടിക്കാൻ.
ഇത് കണ്ട വേറാപ്പിൾ ഇതൊക്കെ പാകമായിട്ടുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഇത്ര അധികം പേരയ്ക്കൊന്ന് പൊട്ടിച്ച കാരണേ ഇന്നിപ്പോൾ വേറെ ഫ്രൂട്ടൊന്നും പൊട്ടിക്കണില്ല. ഇനി നമുക്ക് നാളെ പൊട്ടിക്കാം ഇതൊക്കെ. അപ്പം ഞാൻ ഇന്ന് പൊട്ടിച്ച പേരയ്ക്കൊക്കെ എന്തോരം ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ ജബോട്ടിക്കാബേമ കണ്ടില്ലേ, എന്താ കുറേ എണ്ണം ഉണ്ട് കായകൾ. ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പ് നോക്കുമ്പോൾ കുറേ എണ്ണം നല്ല കളർ വന്നതുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല, ഇതൊക്കെ കിടികൊണ്ടേ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വേറെ ഫ്രൂട്ട്സൊന്നും പൊട്ടിക്കണില്ല. പേരയ്ക്ക പൊട്ടിച്ചത് തന്നെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് എന്തോരം തൂക്കം വരുന്നുണ്ടെന്ന് നോക്കാം. ഇതൊക്കെ കിളി തിന്നിട്ടേ ഇതാ നോക്കി, ഇത് കണ്ട അതിൻ്റെ തൊലി മാത്രമേ ഉള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ കിളി തിന്ന് ഇതെങ്ങനെയായി ഇപ്പോൾ ഇത്. അപ്പോൾ ഇനി ഞാൻ പേരക്കായ എന്തോരം തൂക്കം വരുന്നുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇത്രയും പേരക്കായാണ് കേട്ടോ ഇന്ന് പൊട്ടിച്ചത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓരോന്നും തൂക്കം വരുന്നുണ്ടോയെന്നും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ലളിത് പേരയാണ്. ഇത് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. ഇതൊരു മീഡിയം സൈസാണ്. ഇതാ 172 ഗ്രാമാണ് തൂക്കം വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ചതിൽ ഏറ്റവും വലുത് ഇതാ ഈ തായ്പിങ്കാണ്. ഇതൊക്കെ നല്ല പാകമായി. ഇത് എത്രയുണ്ടോ നോക്കട്ടെ. ഇത് 250-നും കൂടുതലുണ്ട്, 278 ഉണ്ട്. ഇനി ഞാനേ ഈ പൊട്ടിച്ചിട്ടുള്ളതല്ലാതെ ഇന്നത്തെ കുഞ്ഞിയ ഒരു വിളവെടുപ്പിൽ നമുക്ക് മൊത്തത്തിൽ എത്ര കിലോ കിട്ടിയെന്നൊന്ന് നോക്കട്ടെ. ഇനി ഇവിടെ അത് 2 തായ്പിങ്ക് പേരും കൂടി ഉണ്ട്. ഇത് അത്ര വലുതല്ല. പിന്നെ അതാ ഒരു 4-5 സ്ട്രോബെറി പേരും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാതും കൂടി ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ, എത്ര തൂക്കം വരണമെന്ന് അറിയാൻ. ഇതാണ് മൊത്തം വീഡിയോ. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ എത്ര തൂക്കം വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 1 കിലോനും ബാക്കി 1 കിലോന്ന് കണക്കാക്കിയാൽ മതി. ബാക്കി ആ ചെറിയ പാത്രത്തിൻ്റെ വെയിറ്റും കൂടി ആവും. വേണ്ട, ഇന്നിപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് 1 കിലോനേക്കാൾ മേലെ വിളവെടുക്കാൻ പറ്റി. ഇനി നമ്മുടെ താഴത്ത് നിലത്ത് നിൽക്കുന്നതിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ടെറസിൽ കയറിയപ്പോൾ ടെറസിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും പേരക്കായ. അപ്പോൾ നമ്മൾ ചെടികൾ നട്ട് വളർത്തിയാലേ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചില സീസണിലാണ് ഇത്രയും അധികം കിട്ടുക, എല്ലാ ദിവസവും ഇത്ര കിട്ടണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.